കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിചാരണ തടവുകാരൻ ചാടിപ്പോയി. പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷാണ് കടന്നുകളഞ്ഞത്. ശുചിമുറിയുടെ ചുവർ തുരന്നാണ് പ്രതി ചാടിപ്പോയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ചേരുന്നു. മിഥില ബാലൻ, ഈ പ്രതി വിനീഷ് ഇതാദ്യമല്ല അവിടെ നിന്ന് ചാടിപ്പോകുന്നത്. 3-ാം തവണയാണിപ്പോൾ ഈ കുതിരവട്ടത്ത് നിന്നുള്ള പ്രതിയുടെ ചാട്ടം. ഇത് മാനസിക രോഗിയാണ് എന്ന നിലയിൽ അയാൾ അവിടേക്ക് വരികയാണോ, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ എന്ന കാര്യമൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 3-ാം തവണയും പ്രതി ചാടിപ്പോയിരിക്കുകയാണ്. മിഥില, ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ പ്രതി അവിടെ നിന്നും ചാടിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഫോറൻസിക് വാർഡാണ്, 3-ാം വാർഡാണ്. അവിടുത്തെ ശുചിമുറിയുടെ ഭിത്തി തുരന്നാണ് ഈ പ്രതി ചാടിപ്പോയിട്ടുള്ളത്. ഒരു ദിവസങ്ങളോളം എടുത്തിട്ടുണ്ടാകും. നമ്മൾ ഫോട്ടോ കണ്ടതാണ്. ആ ശുചിമുറിയുടെ ഭിത്തി അത്തരത്തിൽ തുരന്ന് പുറത്തേക്ക് എത്തണമെങ്കിൽ ദിവസങ്ങളോളം എടുത്തിട്ടുണ്ടാകും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. നിലവിൽ ഇന്നലെ രാത്രി 11 മണിക്കാണ്. അതുവരെ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇത്തരത്തിൽ ഈ സെല്ലിലെത്തി രോഗികൾക്ക് ആവശ്യമായ മരുന്നൊക്കെ, അല്ലെങ്കിൽ ഈ സെല്ലിലുള്ള അന്തേവാസികൾക്കുള്ള മരുന്നൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും പരിശോധന നടത്തിയപ്പോൾ ഈ ആൾ വിനീഷ് അവിടെ ഉണ്ടായിരുന്നു. 11 മണിക്ക് സമാനമായ രീതിയിൽ എത്തിയ സമയത്താണ് സെല്ലിൽ ആളില്ല. വിനീഷിന്റെ പേര് വിളിച്ച സമയത്ത് ഒരു പ്രതികരണവും ഉണ്ടായില്ല. പിന്നീട് ഈ കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ നേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാർ മറ്റ് സെല്ലുകളിൽ പോയി മറ്റ് രോഗികളെല്ലാം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോറൻസിക് വാർഡിൽ കിടക്കുന്ന ആളുകളെ കണ്ടതിന് ശേഷം വീണ്ടും ഇവിടെ എത്തി വിളിച്ചപ്പോഴും പ്രതികരണം ഉണ്ടായില്ല. തുടർന്നാണ് അവിടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന പോലീസുകാരെ ഈ വിവരം അറിയിച്ചത്. പോലീസുകാർ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ശുചിമുറിയുടെ ഭിത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതി എങ്ങോട്ട് പോയി എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഇവിടെ നിന്നും ചാടിപ്പോയ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ കോഴിക്കോട് മാത്രമല്ല മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ സമീപ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ചാടിപ്പോയ സമയത്ത് കർണാടകയിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമാനമായ സാധ്യതയും അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നുണ്ട്. ദിലീപ് കുമാർ, കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിചാരണ തടവുകാരൻ ചാടിപ്പോയിരിക്കുന്നു. പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷാണ് ഈ കുതിരവട്ടത്തെ മാനസിക രോഗ ആശുപത്രിയുടെ ശുചിമുറിയുടെ ചുവർ തുരന്ന് ചാടിപ്പോയത്. 2021 പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യ എന്ന 21-കാരി പെൺകുട്ടിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് അവരുടെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്ന പിതാവിൻ്റെ കട തീയിട്ടതിനു ശേഷം വീട്ടിൽ അതിക്രമിച്ച് കയറി ഈ ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി. 3-ാം തവണയും ഇപ്പോൾ കുതിരവട്ടം മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് ഈ പ്രതി വിനീഷ് ചാടിപ്പോയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.